ആയിട്ട് വേണം ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കിയിട്ട് അല്ല ഞങ്ങൾക്ക് ദുബായിൽ പോകണം. ഡ്രീം എന്താ പറയുക, ഞങ്ങളെ കോഴ്സ് കഴിഞ്ഞിട്ട് ദുബായിൽ പോയിട്ട് ഞങ്ങൾ മൂന്നൊക്കെ സെറ്റിലാവണം. അതാണ് ഞങ്ങളുടെ ഡ്രീം. ഈ ഡ്രീം നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിന് വരുമാനം കിട്ടണം. യൂട്യൂബ് ചാനലിന് വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇത് ഞാൻ തംബ്നെയിലിൻ്റെ അവിടെ കൊണ്ടുപോയിടും. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഫോക്കസ് മോളിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതിന് നടന്നാൽ പേടി, ഇരിക്കാൻ പേടി, നടക്കാൻ പേടി, കിടക്കാൻ പേടി, എസ്കലേറ്റർ കയറാൻ പേടി. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഫുഡ് കഴിക്കാനുള്ള ആറ്റുനൂറ്റ് കാലങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ പോകുന്നത് ഫോക്കസ് മോളിലേക്കാണ് അല്ലേ? ഇതാണ് ഫോക്കസ് മോൾ. ഇവിടെ ഫോക്കസ് മോൾ, RP മോൾ, ഹൈലൈറ്റ് മോൾ, ഇങ്ങനെ കുറേ മോളുകളുണ്ട്. അതിലൊരു മോളാണ് ഫോക്കസ് മോൾ. നമ്മൾ പാരഗണിലെത്തിയിരിക്കുകയാണ്. ഫുഡിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നാളെ അവധിയായിരിക്കും. ഇവളുടെ യൂണിഫോമും ഒരേ. ഇവിടുത്തെ സ്റ്റാഫാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ പിടിച്ചിരുത്തൂലായിരിക്കും. ആ പെണ്ണിൻ്റെ യൂണിഫോം ഞങ്ങളെ യൂണിഫോം ഒരേപോലെ. കുടുംബശ്രീ അതാണ് ക്ലാസ്സിലെ കുടുംബശ്രീ. എവിടെ ചെന്നാലും കുടുംബശ്രീ വർത്താനം. നമുക്ക് വായിച്ചോളൂ. കഷ്ടപ്പെട്ടിരുന്ന് വായിക്കുന്നു. അവസാനം ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത് ഫുള്ളിനാണ്. ബുക്ക് എടുത്ത് വെച്ച് ബിരിയാണി കുറേ നേരം ഇരുന്ന് നോക്കി. അതൊരായിട്ട് 2 ബിരിയാണി. എന്താ ഓർഡർ ചെയ്യുന്നേ? ബിരിയാണി. സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഞം 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 അഹം. ഞാൻ പറയുമ്പോൾ ശരി, കഴിച്ചിട്ട് കാണാം. എന്നെ മിസ് ചെയ്തു. എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എൻ്റെ അടുത്ത് വന്നു. അവൻ പോയതെന്നല്ല പരദൂഷണം. സമയത്ത് 893 ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക. ഇതെങ്ങനെ ഫോൺ പിടിക്കണ്ടേ എന്നുള്ളത് അറിയുന്നില്ല. അതാണ് കോമഡി. ഹലോ ഗായ്സ്, ഞങ്ങൾ ബിരിയാണി കഴിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? ഇതെങ്ങനെയൊക്കെയാ ക്യാമറ വെക്കുന്നത്? ഇവിടെ വെച്ചോ. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? പറയൂ എല്ലാവരുടെയും. നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത്? ഇല്ല, ഒന്നുകൂടി പറയാം. ഞങ്ങളുടെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു പുറത്ത് പോയി. ഈ നാളെ ചാവാൻ പോവാ. നാളെ ചാവും. അന്ത്യാഭിലാഷായിരുന്നു. ഉയ്യൻ്റെ അമ്മേ. നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതെ അതെ. വീഡിയോ കഥ പറഞ്ഞുതരാം. എന്നാ ശരി, പരദൂഷണം കേട്ടിട്ട് വരാം. അടുത്തത് നമ്മൾ മാത്സിലേക്കാണ് പോകുന്നത്. സമ്മതൊക്കെ ഉണ്ടെടുക്കുമ്പോൾ ശോചനീയമായ അവസ്ഥ. ഇതൊക്കെ രസമല്ലേ? അങ്ങനെ ഞങ്ങൾ ട്രയൽ റൂമിൽ വന്നിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ എടുക്കാൻ പോകുന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് പരമമായ സത്യം. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് എന്നോട് ഇട്ടോക്കാൻ പറഞ്ഞിട്ട് ഇവിടെ എടുത്തിട്ട് സെലക്ട് ചെയ്ത്
ഇത് യൂണിഫോം പാൻറ്. പക്ഷെ ഇത് ഫോർച്ചുനേറ്റ്ലി ഇത് ഫോർച്ചുനേറ്റ്ലി ഇത് കിട്ടിപ്പോയി. ഞങ്ങൾ നെൽസണിലേക്ക് പോവാണ്. ഫോട്ടോ കയറി അഷിത അവിടെ സ്റ്റക്കായി പോയിരിക്കുകയാണ്. അത് ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് അഷിത നിൽക്കുന്നത്. അഷിത എടുക്കുമോ എടുക്കാതിരിക്കുമോ ഏതായിരിക്കും എടുക്കുക? കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെവിടെയുള്ളത്? ജ്യൂസ് കടയിൽ അഷിത മെയിൻറ്റെയിൻ ലൈഫ് ബാലൻസ്. ഞാൻ ഗ്രേപ്പ് ഇംപ്രൂവ് അറ്റൻഷൻ ആയിട്ട് മൂഡ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്താ അറിയോ? കയ്യും മറ്റേ കയ്യും ഇങ്ങനെ കോഴിക്കോടിന്റെ ഇതാണ് സൺഡേ മോൾ. ഇതിനകത്ത് കയറിയ വേറൊരു ലോകമാണ് കഴിച്ച്. ഇതാണ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലുള്ള സൺഡേ മോൾ. ഇങ്ങനെ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തു. അതാണ് മക്കളെ ചൈന മാർക്കറ്റ്. അപ്പോൾ ചൈന മാർക്കറ്റിൽ നമുക്കില്ലേ വില കുറവിന് പല സാധനങ്ങളും കിട്ടും. ഞങ്ങളിപ്പോൾ 200 രൂപയ്ക്ക് ചെരുപ്പും വാങ്ങി, 200 രൂപയ്ക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങി. തമ്മിൽ വന്നാലുള്ള പ്രശ്നം എന്താ അറിയോ? എന്താ? നമ്മുടെ സമയം പോകുന്നത് അറിയില്ല, അല്ലാതെ നമ്മുടെ പൈസ പോകുന്നതും അറിയില്ല. അത് മാത്രമല്ല, നമ്മുടെ ഏജ് കുറവാണെങ്കിൽ ഇവിടെ ഉള്ളൊരു ഏച്ചിന്ന് വിളിച്ച് കളിയാക്കും. എവിടെ പോയാലും ഏച്ചി എന്നാ വിളിക്കുക. എന്നാ പെങ്ങളെന്ന് വിളിച്ചുകൂടെ? അത് വിളിക്കൂല. ഇങ്ങോട്ട് വരും ഏച്ചി, ഇങ്ങോട്ട് വരും ഏച്ചി. പെൺപിള്ളേരുടെ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് ഗായ്സ്.